വികസനത്തിന്റെ പടപ്പാട്ടാണോ അതോ വിശ്വാസത്തിന്റെ കനലാട്ടമാണോ ഏറ്റുമാനൂരിൽ ആളിപ്പടരാൻ പോകുന്നത്? കഴിഞ്ഞ 5 വർഷത്തെ വികസന നേട്ടങ്ങൾ വി.എൻ. വാസവന് കരുത്താകുമ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ അദ്ദേഹത്തിന് വലിയൊരു ഭീഷണിയായിട്ട് മുന്നിലുണ്ട്. അയ്യപ്പ ശാപം വാസവന്റെ രാഷ്ട്രീയ ഭാവി തകർക്കുമോ എന്ന ചോദ്യം ഭക്തർക്കിടയിൽ ഉയർന്നു വരുമ്പോൾ ഏറ്റുമാനൂരിലെ വോട്ടർമാർ ഇത്തവണ ആർക്കൊപ്പം നിൽക്കും? പ്രവചനാതീതമായ ഒരു രാഷ്ട്രീയ സുനാമിക്കാണോ ഏറ്റുമാനൂർ മണ്ഡലം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്? നമുക്ക് വിശകലനം ചെയ്യാം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ നിൽക്കുമ്പോൾ കേരളം ഉറ്റുനോക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ ഒന്നാണ് ഏറ്റുമാനൂർ. മന്ത്രി വി.എൻ. വാസവൻ വീണ്ടും ജനവിധി തേടാനൊരുങ്ങുമ്പോൾ അത് വെറും ഒരു രാഷ്ട്രീയ മത്സരം എന്നതിലുപരി വലിയൊരു വിശ്വാസ പോരാട്ടമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ സഭയെ പ്രക്ഷുബ്ധമാക്കിയതും മന്ത്രിയുടെ രാജിക്കായി പ്രതിപക്ഷം തെരുവിലിറങ്ങിയതും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അയ്യപ്പ ശാപം വാസവന്റെ രാഷ്ട്രീയ ഭാവിയെ ബാധിക്കുമോ എന്ന ചോദ്യം ഉയർന്നത് പ്രധാനമായും ഭക്തജനങ്ങളുടെ വികാരം വോട്ടായി മാറുമോ എന്ന ആശങ്കയിൽ നിന്ന് തന്നെയാണ്. ദേവസ്വം മന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിനെതിരെ ഉയർന്ന സ്വർണ്ണമോഷണ ആരോപണങ്ങൾ കേവലം അഴിമതി ആരോപണങ്ങൾ മാത്രമല്ല, മറിച്ച് ലക്ഷക്കണക്കിന് ഭക്തരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒന്നാണ് എന്നത് ഈ പോരാട്ടത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കുന്ന കാര്യമാണ്. ശബരിമലയിലെ സ്വർണ്ണ പ്ലേറ്റിംഗിൽ ക്രമക്കേട് നടന്നു എന്ന വാർത്തകൾ പുറത്തു വന്നപ്പോൾ അത് സർക്കാരിനെ ശരിക്കും പ്രതിരോധത്തിലാക്കിയിരുന്നു. ശ്രീകോവിലിന്റെ വാതിലുകളിലും മറ്റും ഉപയോഗിച്ചിരുന്ന സ്വർണത്തിൽ കുറവുണ്ടായി എന്ന ആരോപണവും തുടർന്നുണ്ടായ ഹൈക്കോടതി ഇടപെടലുകളും വി.എൻ. വാസവനെ വ്യക്തിപരമായി ടാർഗറ്റ് ചെയ്യാൻ പ്രതിപക്ഷത്തിന് വലിയൊരു ആയുധം നൽകി. വിശ്വാസികളുടെ വോട്ട് ബാങ്ക് നിർണായകമായ ഏറ്റുമാനൂർ പോലുള്ള ഒരു മണ്ഡലത്തിൽ ഈ വിശ്വാസ വിരുദ്ധ പ്രതിച്ഛായ തിരിച്ചടിയാകുമോ എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൽ വിലയിരുത്തുന്നത്. എന്നാൽ ഈ ആരോപണങ്ങളെല്ലാം ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്നും സങ്കീർണമായ അന്വേഷണത്തിലൂടെ സത്യം പുറത്തു വരുമെന്നുമാണ് വാസവനും CPM-ഉം വാദിക്കുന്നത്. സ്വർണ്ണക്കൊള്ള ചർച്ചയാകുന്നതിലൂടെ ഭക്തരുടെ അമർഷം സർക്കാരിനെതിരെ തിരിക്കാനാണ് UDF-ഉം BJP-യും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റുമാനൂർ മണ്ഡലത്തിൽ വി.എൻ. വാസവൻ വീണ്ടും ജനവിധി തേടുമ്പോൾ അത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും കഠിനമായ പരീക്ഷണങ്ങളിൽ ഒന്നായി മാറാനുള്ള സാധ്യതയാണ് കൂടുതൽ. ഭരണവിരുദ്ധ വികാരമെന്ന സ്വാഭാവിക വെല്ലുവിളിക്കപ്പുറം വിശ്വാസവും അഴിമതി ആരോപണങ്ങളും വികസന മുരടിപ്പും ചേർന്ന സങ്കീർണമായ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലൂടെയാണ് അദ്ദേഹം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റുമാനൂർ പോലുള്ള ഒരു മണ്ഡലത്തിൽ ജാതിമത സമവാക്യങ്ങൾ എന്നും നിർണായകമാണ്. കഴിഞ്ഞ തവണത്തെ വിജയത്തിൽ സഹായകരമായ ഘടകങ്ങൾ ഇത്തവണ അതേപടി നിലനിൽക്കണമില്ല എന്നതാണ് വാസവൻ നേരിടുന്ന ആദ്യത്തെ പ്രധാനപ്പെട്ട വെല്ലുവിളി. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങൾ ഭക്തർക്കിടയിൽ ഉണ്ടാക്കിയ അമർഷം ലഘൂകരിക്കുക എന്നത് വാസവനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കടമ്പയാണ്. ദേവസ്വം മന്ത്രി എന്ന നിലയിൽ ഈ വിവാദങ്ങളുടെ കേന്ദ്രബിന്ദു അദ്ദേഹം തന്നെയായിരുന്നു എന്നത് പ്രതിപക്ഷത്തിന് മികച്ച ആയുധമാണ്. വിശ്വാസികളായ വോട്ടർമാരിൽ ഒരു വിഭാഗം ഈ വിഷയത്തിൽ സർക്കാരിനോട് കടുത്ത വിയോജിപ്പുള്ളവരുമാണ്. ഈ വിശ്വാസ വിരുദ്ധ പ്രതിച്ഛായ മറികടക്കാൻ വികസന നേട്ടങ്ങൾ മാത്രം ഉയർത്തിക്കാട്ടിയാൽ മതിയോ എന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഇന്ന് ഉറ്റുനോക്കുന്നത്. പ്രത്യേകിച്ചും NSS ഉൾപ്പെടെയുള്ള സമുദായ സംഘടനകളുടെ നിലപാടുകൾ ഏറ്റുമാനൂരിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. ഈ സംഘടനകളുമായുള്ള ബന്ധത്തിൽ വന്ന വിള്ളലുകൾ വാസവന്റെ വോട്ട് വിഹിതത്തെ കാര്യമായി ബാധിക്കാനും സാധ്യതയുണ്ട്. മണ്ഡലത്തിലെ വികസന കാര്യങ്ങളിൽ കഴിഞ്ഞ 5 വർഷത്തിനിടെ ഉണ്ടായ മാറ്റങ്ങൾ വോട്ടർമാർ എങ്ങനെ വിലയിരുത്തുന്നു എന്നതും ഏറെ നിർണായകമാണ്. വലിയ വാഗ്ദാനങ്ങൾ നൽകിയ പല പദ്ധതികളും ഇഴഞ്ഞു നീങ്ങുന്നു എന്ന പരാതി പ്രാദേശിക തലത്തിൽ ഉയർന്നിട്ടുണ്ട്. അടിസ്ഥാന സൗകര്യ വികസനത്തിൽ മന്ത്രി എന്ന നിലയിലുള്ള സ്വാധീനം ഉപയോഗിച്ച് അദ്ദേഹം കൊണ്ടുവന്ന മാറ്റങ്ങൾ ഒരു വിഭാഗത്തെ തൃപ്തിപ്പെടുത്തിയിട്ടുണ്ട് എങ്കിലും സാധാരണക്കാരുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന വിലക്കയറ്റവും തൊഴിലില്ലായ്മയും മണ്ഡലത്തിൽ ചർച്ചയായിട്ടുണ്ട്. കൂടാതെ കേരള കോൺഗ്രസ് LDF-ൽ എത്തിയതോടെ മണ്ഡലത്തിലെ വോട്ട് വിഹിതത്തിൽ ഉണ്ടായ മാറ്റം ഇത്തവണ അനുകൂലമാകുമോ അതോ സീറ്റ് വിഭജനത്തിലെ തർക്കങ്ങൾ താഴെത്തട്ടിൽ വിള്ളലുകൾ വീഴ്ത്തുമോ എന്നതും ശ്രദ്ധേയമായ കാര്യമാണ്. പ്രതിപക്ഷ നിരയിൽ നിന്നുള്ള ശക്തമായ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും വാസവന് വെല്ലുവിളിയാകും. UDF ഇത്തവണ അതിശക്തനായ ഒരു യുവ നേതാവിനെയോ അല്ലെങ്കിൽ മണ്ഡലത്തിൽ നല്ല വേരോട്ടമുള്ള ഒരാളെയോ ഇറക്കാനുള്ള സാധ്യതയുണ്ട്. BJP-യുടെ വോട്ട് വിഹിതം വർദ്ധിക്കുന്നത് ആരുടെ വോട്ടുകളാണ് ചോർത്തുന്നത് എന്നതും വിജയപരാജയങ്ങളെ സ്വാധീനിക്കും. ചുരുക്കി പറഞ്ഞാൽ ശബരിമല വിവാദങ്ങളുടെ നിഴലിൽ നിൽക്കുന്ന വാസവന് തന്റെ ഭരണമികവും വ്യക്തിബന്ധങ്ങളും ഉപയോഗിച്ച് ഈ വെല്ലുവിളികളെ അതിജീവിക്കാൻ കഴിയുമോ എന്നതാണ് വരാനിരിക്കുന്ന പോരാട്ടത്തിന്റെ സസ്പെൻസ്. ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ അദ്ദേഹത്തിന് സാധിച്ചില്ല എങ്കിൽ ഏറ്റുമാനൂരിലെ മണ്ണ് ഇത്തവണ അദ്ദേഹത്തിന് കൈവിടേണ്ടി വന്നേക്കാം.
2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റുമാനൂർ മണ്ഡലത്തിൽ VN വാസവന്റെ സാധ്യതകളെ വിശകലനം ചെയ്യുമ്പോൾ അത് വെറും ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തിനപ്പുറം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ അതിജീവന പോരാട്ടമായി മാറാനുള്ള സാധ്യതയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് കോട്ടയം ജില്ലയിൽ CPMന്റെ അമരക്കാരനായി ദീർഘകാലം പ്രവർത്തിച്ച വാസവന് മണ്ഡലത്തിലെ ഓരോ വാർഡിലും കൃത്യമായ സംഘടനാ സംവിധാനമുണ്ട്. താഴെത്തട്ടിലുള്ള പ്രവർത്തകരുമായി അദ്ദേഹം പുലർത്തുന്ന അടുത്ത ബന്ധം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വലിയ മുൻതൂക്കം അദ്ദേഹത്തിന് നൽകുന്നു. അഭയം പോലുള്ള ചാരിറ്റബിൾ സൊസൈറ്റികളിലൂടെ അദ്ദേഹം നടത്തിയ സാമൂഹിക ഇടപെടലുകൾ രാഷ്ട്രീയത്തിന് അതീതമായി ജനങ്ങൾക്കിടയിൽ അദ്ദേഹത്തിന് വലിയൊരു സ്വീകാര്യത നേടിക്കൊടുത്തിട്ടുമുണ്ട്. മന്ത്രി എന്ന നിലയിലും MLA എന്ന നിലയിലും ഏറ്റുമാനൂർ മണ്ഡലത്തിലേക്ക് വലിയ തോതിലുള്ള ഫണ്ടുകൾ എത്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. സ്കൂളുകളുടെ നവീകരണവും അതുപോലെ റോഡുകളുടെ BM&BC നിലവാരത്തിലുള്ള ടാറിങ്, ഗ്രാമീണ മേഖലകളിലെ പാലങ്ങളുടെ നിർമ്മാണം എന്നിവ അദ്ദേഹത്തിന്റെ വികസന രേഖയിലെ തിളക്കമുള്ള അധ്യായങ്ങൾ തന്നെയാണ്. കുമരകം, ആർപ്പുക്കര തുടങ്ങിയ പഞ്ചായത്തുകളിൽ നടപ്പിലാക്കിയ റോഡ് വികസന പദ്ധതികൾ ജനങ്ങൾക്ക് നേരിട്ട് ഉപകാരപ്രദമായ ഒന്ന് തന്നെയാണ്. മണ്ഡലത്തിൽ വലിയ സ്വാധീനമുള്ള കേരള കോൺഗ്രസ് ഇടതുപക്ഷ മുന്നണിയുടെ ഭാഗമായി തുടരുന്നത് വാസവന്റെ വിജയ സാധ്യത വർദ്ധിപ്പിക്കുന്ന ഘടകവുമാണ്. 2021 തെരഞ്ഞെടുപ്പിൽ 14,303 വോട്ടിന്റെ വലിയ ഭൂരിപക്ഷത്തിൽ അദ്ദേഹം വിജയിക്കാൻ പ്രധാന കാരണം ജോസ് കെ മാണി വിഭാഗത്തിന്റെ പിന്തുണ തന്നെയാണ്. ഇത്തവണയും ഈ വോട്ട് ബാങ്ക് ചോരാതെ നിലനിർത്താൻ കഴിഞ്ഞാൽ വാസവന് കാര്യങ്ങൾ എളുപ്പമാകും. മണ്ഡലത്തിലെ ക്രൈസ്തവ വോട്ടുകൾ ഏകീകരിക്കുന്നതിൽ ഈ സഖ്യം ഏറെ നിർണായക പങ്കു വഹിക്കുന്നു. സഹകരണം, രജിസ്ട്രേഷൻ, ദേവസ്വം തുടങ്ങിയ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രി എന്ന നിലയിൽ വിവാദങ്ങൾക്കിടയിലും അദ്ദേഹം നടത്തിയ ഭരണപരമായ ഇടപെടലുകൾ ഒരു വിഭാഗം വോട്ടർമാരെ ആകർഷിക്കുന്ന ഘടകങ്ങൾ തന്നെയാണ്. സഹകരണ മേഖലയിലെ ആധുനികവൽക്കരണവും കേരള ബാങ്ക് വഴി നടപ്പിലാക്കിയ പദ്ധതികളും സാധാരണക്കാർക്ക് ഗുണം ചെയ്തിട്ടുണ്ട്. രജിസ്ട്രേഷൻ വകുപ്പിലെ ഡിജിറ്റലൈസേഷൻ വഴി അഴിമതി കുറയ്ക്കാൻ കഴിഞ്ഞതും അദ്ദേഹത്തിന് അനുകൂലമായ ഘടകം തന്നെ. മണ്ഡലത്തിലെ ഏത് സാധാരണക്കാരനും ഏത് സമയത്തും സമീപിക്കാവുന്ന നേതാവ് എന്ന പ്രതിച്ഛായ വാസവൻ ഇന്നുമുണ്ട്. വിവാദങ്ങളെക്കാൾ വ്യക്തിപരമായ ബന്ധങ്ങൾക്കും വികസനത്തിനും മുൻഗണന നൽകുന്ന വോട്ടർമാർക്കിടയിൽ വാസവന് മികച്ച സ്വാധീനവും ചെലുത്താൻ കഴിയുന്നു. മണ്ഡലത്തിലെ എല്ലാ മത സാമുദായിക വിഭാഗങ്ങളുമായും അദ്ദേഹം പുലർത്തുന്ന സൗഹൃദം വോട്ട് വിഹിതം ഉയർത്താൻ സഹായിച്ചേക്കാം. ഈ വിശകലനത്തിന്റെ അവസാനം നാം ചെന്നെത്തുന്നത് ഒരു നിർണായകമായ സത്യത്തിലേക്കാണ്. VN വാസവനെ സംബന്ധിച്ചിടത്തോളം ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് കേവലം രാഷ്ട്രീയ പോരാട്ടം മാത്രമല്ല, മറിച്ച് അദ്ദേഹത്തിന്റെ വ്യക്തിശുദ്ധിയും ഭരണമികവും തെളിയിക്കേണ്ട ഒരു അഗ്നി പരീക്ഷയാണ്. മണ്ഡലത്തിലെ വികസന നേട്ടങ്ങളും കേരള കോൺഗ്രസ് ഉൾപ്പെടെയുള്ള മുന്നണി സംവിധാനത്തിന്റെ കരുത്തും അദ്ദേഹത്തിന് വലിയ ആശ്വാസം നൽകുന്നുണ്ട് എങ്കിലും ഉപരിപ്ലവമായ ഈ അനുകൂല ഘടകങ്ങൾക്കപ്പുറം വലിയൊരു വെല്ലുവിളി അദ്ദേഹത്തെ കാത്തിരിക്കുന്നുണ്ട്. അത് നേരത്തെ പറഞ്ഞതുപോലെ അയ്യപ്പ ശാപം തന്നെ. സംസ്ഥാനത്തെ നിലവിലെ ഭരണവിരുദ്ധ വികാരവും അതിലുപരി ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന അതീവ ഗുരുതരമായ ആരോപണങ്ങളും വാസവന് തിരിച്ചടിയാകാതിരുന്നാൽ മാത്രമേ ഏറ്റുമാനൂരിൽ ഇത്തവണ അദ്ദേഹത്തിന് രക്ഷപ്പെടാനാകൂ. വിശ്വാസികളായ വോട്ടർമാരുടെ ഉള്ളിൽ ഈ വിവാദങ്ങൾ ഉണ്ടാക്കിയ മുറിവ് വികസന ചർച്ചകൾ കൊണ്ട് മാത്രം ഉണക്കാൻ സാധിക്കുമോ എന്നതാണ് ഇനി കണ്ടറിയേണ്ടത്. രാഷ്ട്രീയ എതിരാളികൾ ഈ വിഷയങ്ങളെ വോട്ടർമാരുടെ വികാരവുമായി കണ്ണി ചേർക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വാസവന് അതീവ ജാഗ്രത പുലർത്തേണ്ടതായി വരും. ചുരുക്കി പറയുകയാണെങ്കിൽ അഴിമതി ആരോപണങ്ങളുടെയും ഭരണവിരുദ്ധ തരംഗത്തിന്റെയും കരിനിഴലുകൾ മാറുകയും ജനങ്ങൾ വികസനത്തിന് മാത്രം വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്താൽ മാത്രമേ വാസവന് തന്റെ വിജയം ഏറ്റുമാനൂരിൽ സുരക്ഷിതമാക്കാൻ സാധിക്കുകയുള്ളൂ. ഈ വിഷയത്തിൽ നിങ്ങളുടെ നിലപാട് അറിയാൻ താല്പര്യമുണ്ട്. എന്തായാലും കമന്റ് ബോക്സിൽ എഴുതുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം. നന്ദി.